കേരളത്തിനകത്തും പുറത്തുമുള്ള നാട്ടാനകളെക്കുറിച്ച് ഗൗരവമായി പഠിക്കുന്ന ആനസ്നേഹികളും അപൂർവങ്ങളായ ആനച്ചിത്രങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നവരും സ്വന്തമായി ഒരു ആനയെ വാങ്ങുവാൻ കഴിയാത്തതിനാൽ കുറച്ച് പണം മുടക്കി വീട്ടുമുറ്റത്തൊരു ആനശില്പം തീർത്ത് സ്വപ്ന സാഫല്യമടയുന്ന ആനക്കമ്പക്കാരുമുണ്ട്. അത്തരമൊരു ആനക്കമ്പക്കാരനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ പെരുങ്കുളം ഗ്രാമം. ജില്ലയിലെ 96 അഗ്രഹാരങ്ങളിൽ ഒരെണ്ണം ഇവിടെയാണ്. ഈ അഗ്രഹാരത്തിൽ ഒരു ആനയുണ്ട്. പേര് ഗജകേസരി പെരുകുളം രാമാനന്ദൻ. ഗജകേസരി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആനപ്രേമി നെറ്റി ചുളിക്കും. ഗജകേസരി പട്ടമൊക്കെ വാങ്ങിയ ഇങ്ങനെ ഒരു ആനയെക്കുറിച്ച് താൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. തൃശ്ശൂരിലെ പൂരപ്പറമ്പ് ഉൾപ്പെടെ പേര് കേട്ട പൂരപ്പറമ്പുകളിൽ ഒന്നും തന്നെ ഈ രാമാനന്ദനെ കണ്ടിട്ടുമില്ല. ഇനി പേര് വല്ലതും മാറിപ്പോയതാകാമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചേതെങ്കിലും ഒരു ആനപ്രേമി തല പുകയ്ക്കുകയാണെങ്കിൽ ഈ രാമാനന്ദന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരൊറ്റ പൂരപ്പറമ്പിൽ പോലും പോകാതെ, ഒരൊറ്റ ക്ഷേത്രത്തിലെയും ദൈവങ്ങളെ വണങ്ങാതെ ഗജകേസരി പട്ടം വാങ്ങിയ കൊമ്പനാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഇതാ ഇവിടെ വരണം. ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഒരിടത്തും പോവില്ല, പോകാൻ താല്പര്യവുമില്ല. അതെ, രാമാനന്ദനെ കാണണമെങ്കിൽ ഒരാനക്കമ്പക്കാരൻ ഇവിടെ വന്നേ പറ്റൂ. കുളിച്ച് കുറിയൊക്കെ തൊട്ട് നെറ്റിപ്പട്ടവും മുത്തുക്കുടയുമൊക്കെ ചൂടി ഇവനിതാ രാവും പകലുമെന്നില്ലാതെ ഈ വീടിന് മുന്നിൽ ഒരേ നിൽപ്പാണ്. തുമ്പിയിൽ പഴവും മുന്നിൽ ഓലയുമൊക്കെ ധാരാളം. തിന്നു തീർക്കേണ്ട സാവകാശമേ ഉള്ളൂ. 9.25 അടി പൊക്കവും ഉയർന്ന മസ്തകവും നല്ല വായുകുംഭവും നീണ്ട തുമ്പിയും വീണെടുത്ത കൊമ്പുകളും മികച്ച നടയമരങ്ങളും വെളുത്ത 20 നഖങ്ങളുമുള്ള രാമാനന്ദൻ നിൽക്കുന്നത് കിച്ചാമണി ബോംബെ എന്ന് നാട്ടിലറിയപ്പെടുന്ന PR രാജഗോപാലിൻ്റെ വീട്ടുമുറ്റത്താണ്. ഇത്രയും ലക്ഷണമൊത്ത ഒരാനയെ ഇന്നത്തെ കാലത്ത് വീട്ടിന് മുന്നിൽ അഴിച്ചു കെട്ടുവാനുള്ള ശേഷിയൊന്നുമില്ലാത്ത ഒരാനപ്രേമിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ആനശില്പം. 90 ലക്ഷവും 1 കോടിയും ഒന്നും മുടക്കുവാനില്ലാത്ത ഒരാനപ്രേമിക്ക് 1.5 ലക്ഷം രൂപയിൽ നിർത്തുവാൻ കഴിഞ്ഞ സ്വപ്നം. അതാണ് ഈ ഗജകേസരി ചെറുകുളം രാമാനന്ദൻ. കിച്ചാമണിയും കുടുംബവും മറുനാടൻ മലയാളികളാണ്. കിച്ചാമണി എന്ന രാജഗോപാൽ കൃഷ്ണൻ മാസത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുന്നത് തന്നെ രാമാനന്ദനെ കാണുവാനാണ്. വന്നു കഴിഞ്ഞാൽ ഇവനെ ഭംഗിയായി തേച്ച് കുളിപ്പിക്കും, ഒരുക്കും. ചങ്ങലയിടുവിച്ച് തോട്ടി ചാരി വെച്ച് ഒരാനക്കാരൻ്റെ മുഴുവൻ സംതൃപ്തിയോടും കൂടി നിൽക്കും. ആനയെക്കൊണ്ട് മൂത്രമൊഴിപ്പിക്കുന്ന ഒരു കുസൃതിപ്പണി കൂടി ഇവിടെ രാജഗോപാൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ആന തുടങ്ങാൻ ഒരു കാരണം എന്താ ചോദിച്ചു വെച്ചാൽ, എനിക്ക് ബാല്യകാലം മുതൽ ഈ ആനയിൽ ഭയങ്കര എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ്, ശ്രദ്ധയെല്ലാം കൂടിയുണ്ടായിരുന്നു. അപ്പോൾ ആന ഞങ്ങളുടെ ഈ നാട്ടിലുത്സവത്തിന് ആനയുടെ പുറത്ത് കയറലും ആനയുടെ കൂടെ പോലും തേര് തള്ളുമ്പോൾ അതിൻ്റെ പിന്നാലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയിലായിട്ട് ഞാൻ ഈ വീട് പണി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പറിൽ ഒരു വായന മുഖാന്തരം അറിഞ്ഞു, ഒരു വയസ്സായ ഒരാൾ ഒരു വീട്ടിൽ പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനു വേണ്ടി ആനക്കമ്പം മൂത്തപ്പോൾ വീടിനഴകിനെ കോൺക്രീറ്റ് കൊമ്പൻ ആക്കിയാലോ എന്ന് മനസ്സിലൊന്ന് തോന്നി. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ അത് എവിടെ നിന്നാണ് വന്നിരിക്കുക ആർട്ടിക്കിൾ വായിച്ചു. അവിടെ പോയി അയാളെ കണ്ടു, എൻ്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എന്നോട്, അയാളുടെ പേര് മാധവം മാസ്റ്റർ. അയാൾ ശ്രീകൃഷ്ണപുരം സ്കൂളിൽ ഡ്രോയിങ് മാസ്റ്ററായിരുന്നു. അയാൾ ഇപ്പോൾ റിട്ടയർഡായി. അയാൾ ഒരു 5-8 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ചെയ്ത ഒരു വർത്തമാനമാണ് ഞാൻ പേപ്പർ മുഖാന്തരം അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചു. എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കിഴക്ക് പടിഞ്ഞാറ് മുഖമായിട്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ കൃപ കൊണ്ട് നമ്മുടെ വീട് വന്നിട്ട് ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നോക്കിയിട്ടാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ ആനയും പടിഞ്ഞാറ് മുഖത്തിൽ ഒന്ന് നിർത്താൻ പറ്റി. ആ ഒരു ആശ നിറവേറ്റി. വേറെ കാര്യമായി പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ചിലവായിട്ട് വർഷത്തിനൊരിക്കൽ പെയിൻ്റ് അടിച്ച് വിടണം, അത്രയേ ഉള്ളൂ. ആഹാര ചിലവ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ആശ നിറവേറ്റി. പിന്നെ എല്ലാവർക്കും സൗകര്യമായി വിഘ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഗജമുഖ പ്രതിഷ്ഠയിൽ ഗണപതി ആവാഹിച്ച് വർഷത്തിനൊരിക്കൽ പൂജ ചെയ്യും, അത്രയും.